ഹായ് ഹലോ മക്കളെ, നമ്മുടെ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ ഓർമ്മയുണ്ടോ? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും നമുക്ക് SSLC എക്സാമിന് ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ സോൾവിംഗ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് നമ്മൾ കണക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഉത്തരങ്ങളില്ലേ, അത് വരാൻ പോകുന്നത് ആ ഒന്നാമത്തെ പാഠത്തിനായിരിക്കും. അപ്പൊ ആ പാഠത്തിൽ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒത്തിരി ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാലോ? ഇക്വേഷൻസ് മാത്രം. ഈ വീഡിയോയിൽ നമ്മൾ അത് മാത്രം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെറിയ സാധനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട സാധനം നമ്മുടെ ഓംസ് ലോ എന്ന് പറയുന്ന നിയമമുണ്ട്, ഓം നിയമം. ആ ഓം നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് വെക്കാൻ ഞാൻ ഒരു കോഡും കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാ മക്കളും ശ്രദ്ധിച്ച് കാണാം. അപ്പൊ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. വരച്ചെന്താ? ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ട്രയാങ്കിൾ ഞാൻ മൂന്നായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് VIR എന്ന് എഴുതി കൊടുത്തു. അടുത്ത് ഞാനൊരു ട്രയാങ്കിൾ തന്നെ വരച്ചു. കിടക്കട്ടെ, ഒരു രസമല്ലേ? ഇനി അതിനകത്ത് ഞാൻ എഴുതി കൊടുത്തു, ഒന്നില് Q, അടുത്തതിൽ I, അടുത്തതിൽ T. ഇതെന്തിനാ സാർ? രണ്ട് ട്രയാങ്കിൾ. മക്കളെ സംഭവം ഇത്രയേ ഉള്ളൂ, VIR QIT. ഇനി മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മുകളിലുള്ള V എല്ലാവരും വലത്തെ കയ്യിൽ നിന്ന് എടുത്ത് പിടിക്കാം. ഇങ്ങനെ റൈറ്റ് ഹാൻഡ് പൊന്നിച്ച് പിടിക്കാം, നേരെ നെറ്റിക്ക് വെക്കാം. ഇവിടെയാണ് ആരുള്ളത്? നമ്മുടെ V ഉള്ളത് കേട്ടോ. നമ്മുടെ റൈറ്റ് ഷോൾഡറിലാണ് ആരുള്ളത്? I ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്? R ഉള്ളത്. അതുപോലെ താഴത്തെ ട്രയാങ്കിൾ വരുമ്പോൾ QIT. V എന്ന് പറഞ്ഞാൽ I × R. മുകളിൽ നെറ്റിക്കുള്ള ആളെ കിട്ടണമെങ്കിൽ ഈ രണ്ട് സൈഡ് കിടക്കുന്ന ആൾക്കാരെ കൂട്ടിയിടിപ്പിക്കാം. ഇനി ഇവിടെയുള്ള I = V / R. R = V / I. അതുപോലെ തന്നെയാണ് താഴെ കേട്ടോ. Q = I × T, I = Q / T, ആൻഡ് ഫൈനലി T = Q / I. അപ്പൊ ആ മൂന്ന് 6 ഇക്വേഷൻ ജസ്റ്റ് ഇത് എഴുതിക്കോ മക്കളെ. ഇത്രയേ ഉള്ളൂ. V = I × R, I = V / R, and R = V / I. എഴുതി. ഇനി അതേപോലെ ഇപ്പുറം എഴുതിക്കോ മക്കളെ. Q = I × T, I = Q / T, and T = Q / I. സെറ്റ്. ഈ ഒരു 6 ഇക്വേഷൻ പഠിക്കാൻ നിങ്ങൾക്ക് ചെറിയ സമയം വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ? ആ ഒരു രണ്ട് ട്രയാങ്കിൾ ഓർമ്മയുണ്ട് എങ്കിൽ എന്ത് ചെയ്തു? 6 ഇക്വേഷൻ്റെ മക്കൾ പഠിച്ചു. ഇനി ഈ 6 ഇക്വേഷനെ സാർ സെപ്പറേറ്റ് തന്നെ വരച്ചായിരുന്നോ? ഇത് 3 ഒരട്ടിയും അടുത്ത 3 അടുത്ത അട്ടിയായിട്ട് പഠിച്ചു. V = I × രണ്ട് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് 6 ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇക്വേഷൻസിലേക്ക് നമ്മൾ കടക്കാം. അടുത്ത നമ്മൾ ഒന്നാമത് പഠിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ ഒന്നാമത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ജൂൾസ് ലോയും അതുമായി ബന്ധപ്പെട്ടൊരു 3 ഇക്വേഷൻസും. ഹീറ്റ് കണ്ടുപിടിക്കാൻ, താപം കണ്ടുപിടിക്കാൻ, ഒരു ഉപകരണം ഉണ്ടാക്കുന്ന താപത്തിൽ കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 ഇക്വേഷൻ കൂടി നമുക്ക് ജസ്റ്റ് നൈസായിട്ടൊന്ന് എഴുതി കൊടുത്താലോ? നൈസായിട്ട് എഴുതിയാൽ മതി കേട്ടോ, കൂടുതൽ അങ്ങോട്ട് ഉറപ്പിക്കണ്ട. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ H കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? I² RT. H = I² RT. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത രണ്ട് ഇക്വേഷൻ ആണ് മറന്നു പോകാനുള്ള സാധ്യത. അപ്പൊ അതും കൂടി പഠിക്കുക. H = V² / R × T. അടുത്ത മൂന്നാമത്തെ സാധനം H = VIT. അതും കിട്ടി. സെറ്റ്. പിടിച്ച് നേരെ പെട്ടിയിലിട്ടോ. വരയാണോ പെട്ടി എവിടെ? യെസ്, കമോൺ. അപ്പോൾ ജൂൾസ് ലോ പ്രകാരമുള്ള ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള 3 ഇക്വേഷനും പഠിച്ചു. H = I² RT, H = V² / R × T, H = VIT. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ. ഇപ്പൊ തന്നെ പറഞ്ഞു പഠിക്കുക, വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇനി പഠിക്കാൻ നമ്മുടെ മുമ്പിൽ ടൈം വളരെ കുറവാട്ടോ. ഇനി മക്കളെ നോക്കുക, ഹീറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, പ്രതിരോധം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിരോധങ്ങളെ നമ്മൾ രണ്ടായിട്ട് കണക്ട് ചെയ്യാറ്. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റേത് പാരലൽ കണക്ഷൻ. ശ്രേണി രീതിയും സമാന്തര രീതിയിലും കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഞാൻ തന്നെ പറയാം. സീരീസിലാണെങ്കിൽ, ശ്രേണീ രീതിയിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്? R1 + R2. നൈസായിട്ട് ആഡ് ചെയ്താൽ മതി. ഇനിയോ പാരലൽ ആണെങ്കിലോ മക്കളെ? R പാരലൽ എന്താ ചെയ്യാ? യെസ്, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? R1 × R2 / R1 + R2. സെറ്റ് ആയി. ഒന്നിച്ചിടാം. ഓക്കെ, അതും പഠിച്ചു. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ പഠിച്ചത്? രണ്ട് ഇക്വേഷൻ പഠിച്ചു. സീരീസ് കണക്ഷനിൽ വരുമ്പോൾ R1 + R2 എന്ന ഇക്വേഷൻ പഠിച്ചു. പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ R1 × R2 / R1 + R2 എന്നുള്ള ഒരു അടിപൊളി ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മക്കളെ മറ്റൊന്നുമല്ല, നമ്മുടെ പവറിനുള്ള ഇക്വേഷൻ ആണ്. ഇലക്ട്രിക് പവർ. ഈ ഹീറ്റ് പഠിച്ചാൽ പവർ പഠിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഈ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് / ടൈം ആണ്. എന്താണ്? പ്രവൃത്തി ഹരിക്കണം സമയം. ഒരു താപന ഉപകരണം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഹീറ്റ് ഉണ്ടാക്കൽ, താപം ഉണ്ടാക്കൽ. അപ്പൊ അത് / ടൈം എന്ന് പറയുമ്പോൾ ഈ ഹീറ്റിന്റെ ഇക്വേഷനകത്തുള്ള ഈ 3 T പെറുക്കി കളഞ്ഞാൽ മതി.
ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ 3 വെടിക്ക് 6 പക്ഷിനെ കിട്ടിയ കണക്കാണ്. 3 ഇക്വേഷൻ പഠിച്ചാൽ 6 ഇക്വേഷൻ. അപ്പൊ മക്കളെ സംഭവത്തിലുള്ളതാ പവറിന്റെ ഇക്വേഷൻ P is equal to ഈ ഓരോ ഇക്വേഷനകത്തും ടി 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 അങ്ങനെ നമ്മൾ വെട്ടിക്കളയുക. അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ഇക്വേഷൻ P is equal to I square R. അടുത്തതോ P is equal to V square by R. അടുത്തതോ ഫൈനലി P is equal to V I. ഹീറ്റിന്റെ 3 ഇക്വേഷൻ തന്നെ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ടി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് വെട്ടി. അപ്പൊ കിട്ടി. വെട്ടിയപ്പോൾ കിട്ടി. ഇപ്പൊ എത്ര ഇക്വേഷനായി? 3 3 6 6 2 8 8ഉം 3 എത്രയായി? 11ഉം 3ഉം 14 ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഒരൊറ്റ ഇക്വേഷൻ കൂടിയുണ്ട്, ഒരേ ഒരെണ്ണം കൂടിയുണ്ട്. അതാണ് മക്കളെ ആംപിയറേജിന്റെ ഇക്വേഷൻ. എന്തിന്റെ ഇക്വേഷൻ? ആംപിയറേജിന്റെ ഇക്വേഷൻ. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ആംപിയറേജിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ആംപിയറേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് മക്കളെ. ആംപിയറേജ് എന്ന് പറഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. എന്താണ്? വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അതായത് ഒന്നുമില്ല, ആംപിയറേജ് A is equal to P by V എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ആംപിയറേജ് A is equal to P by V. കഴിഞ്ഞ്, സംഭവം കഴിഞ്ഞ്, സെറ്റ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ബോർഡിലുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, എക്സാമിന് നിങ്ങൾ സെറ്റായിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ മക്കളെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് മൊത്തമായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് സാർ വരുന്നുണ്ടാവും. അപ്പൊ ഇനി ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെയോ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതും ഒന്ന് അമർത്തി കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എന്നിട്ടോ അതിന്റെ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ നമ്മൾ മാത്രം പഠിക്കുന്ന അത്ര ശരിയല്ലല്ലോ, ബാക്കിയുള്ളവർ കൂടി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു നല്ല പ്രവർത്തനം കൂടെ ചെയ്യാം. എന്നിട്ടോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും സാറിന്റെ വക ടാറ്റ ബൈ.